മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് ഓരോരുത്തർക്കും റീസെല്ലിംഗ് എന്താണെന്നവർക്കും ജസ്റ്റ് ഇതാ ഈ ഒരു ഫുള്ള് കണ്ടാൽ മാത്രം മതി. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് എങ്ങനെ സോ ആ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു ചലഞ്ചും കൂടെയാണ്. ചിലപ്പോൾ ഇനി ഒരു മീഷോയുടെ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നത് 5 ദിവസം കഴിഞ്ഞായിരിക്കും മീഷോയുടെ വീഡിയോ വരുന്നത്. കാരണം എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ്ട് പോവാണ് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാഗ്രാം ഒരു സ്റ്റോർ പേജ് തുടങ്ങാനായിട്ട് പറ്റും, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരുപാട് പേർക്ക് നമ്മുടെ കയ്യിൽ വീഡിയോ ഒരുപാട് ഡൗട്ട്സും ഒന്നും അതില്ല ക്ലിയർ ആയി തരുന്നുണ്ട്. വീഡിയോ ഫുൾ ആയി കണ്ടാൽ മാത്രം മതി. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാൻ മറക്കണേ, ഞാൻ ഫുൾ ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത്യാവശ്യം റവന്യൂകളൊക്കെ റൈറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഫുൾ ആയിട്ട് കാണും. നമ്മുടെ ഹെൽപ്ഫുൾ ഫ്രണ്ട്സ് ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്ക് കൊടുക്കാൻ ഇപ്പൊ തന്നെ മറക്കണ്ട. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് മാത്രം മതി. ഒന്ന് നമ്മുടെ മീഷോയും രണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം. സോ നമ്മുടെ സീരീസ് ആണ്, അതായത് ഞാനും നിങ്ങളെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്, സ്ക്രാച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ, മീഷോ റീസെല്ലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രാച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മീഷോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ആണ്, ജസ്റ്റ് പ്ലേ സ്റ്റോറിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. സോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് മീഷോ യൂസ് കൊണ്ട് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ പ്രോഡക്റ്റിന്റെ മാർജിൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഷർട്ടിന്റെ വില 300 രൂപയാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് 500 രൂപയായിട്ട് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് കണ്ടുനോക്കിയതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ സീരീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ഷർട്ട് ഇപ്പൊ നമുക്ക് 500 രൂപ സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മീഷോ യൂസ് കൊണ്ട് മാത്രം. ഓക്കെ, ജസ്റ്റ് ആ വീഡിയോ കണ്ടുനോക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എന്താണ് നിങ്ങളുടെ സ്റ്റോർ ബിൽഡ് ചെയ്യുക. സ്റ്റോർ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ChatGPT എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോറിന്റെ ഐഡിയാസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റോർ ഫസ്റ്റ് ഏതൊരു സ്റ്റോർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഗാഡ്ജറ്റ് ആണോ ഫാഷൻ ആണോ നിങ്ങൾ ഐഡന്റിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം നേരെ നമ്മൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവാം. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയതിനു ശേഷം നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കുക. ഇപ്പൊ എന്റെ സ്റ്റോറിൽ കാണാൻ പറ്റും ബൈസ്വാഗ് എന്നാണ് എന്റെ സ്റ്റോർ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഫാഷൻ ഇപ്പൊ ഇതിൽ ജെൻസി പേരാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈസ്വാഗ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ യൂസർ നെയിം കാണാൻ പറ്റും ബൈസ്വാഗ് ഓൺലൈൻ സ്റ്റോർ ആണ്. അതുപോലെ തന്നെ എന്റെ ബയോ കാണാൻ പറ്റും ഡിജിറ്റൽ ക്രിയേറ്റർ ആണ്. അതുപോലെ സ്റ്റൈൽ ദാറ്റ് സ്പീക്സ് ഷോപ്പ് വിത്ത് സ്വാഗ്. ഓക്കെ, അതൊരു സിമ്പിൾ ഒരു ബയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, എന്റെ സ്റ്റോർ ഒരു ക്ലോത്തിങ് സ്റ്റോർ ആണ്, അതായത് ഒരു ഫാഷനും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളത് ഏത് തരമുള്ള ഒരു സ്റ്റോർ ആണ്. ഇപ്പൊ നിങ്ങൾ ഗാഡ്ജറ്റ് ആണെങ്കിൽ ജസ്റ്റ് അടിപൊളി ചെന്ന് ചോദിക്കുക ഒരു ഗാഡ്ജറ്റ്, ആ ഒരു ടൈപ്പ് ഹോം ഗാഡ്ജറ്റ്സ് അങ്ങനെയൊക്കെ എന്താണ് ഒരു പേര് ചോദിക്കുക. സോ ആ ഒരു പേരിങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ChatGPT തന്നെ പറയാ ഒരു ഫോട്ടോ ക്രിയേറ്റ് തരാൻ പറയാം, ജസ്റ്റ് ഫോട്ടോ ക്രിയേറ്റ് ആവുക. അതിനുശേഷം എന്താണ് ഒരു ബയോ കൊടുക്കുക, അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. സോ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, സോ പ്രോഡക്റ്റിനായിട്ട് നമ്മൾ നേരെ മീഷോയിലേക്ക് പോവാണ്. ഞാൻ നിങ്ങൾക്ക് റീസെന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ കണ്ടു ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് നമ്മുടെ മീഷോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പേജ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലാസ്റ്റ് പറഞ്ഞുതരാം, ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഞാൻ എങ്ങനെയാണ് മീഷോ യൂസർ റീസെൽ ചെയ്യാൻ പറഞ്ഞുതരാണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് ഒരു ഇൻസ്റ്റാഗ്രാം ബ്രാൻഡ്. ഓക്കെ, നിങ്ങളുടെ ഷോപ്പാണ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങളുടെ ബ്രാൻഡ് നെയിം ആണ്. ഇപ്പൊ എന്റെ ബ്രാൻഡ് നെയിം ബൈസ്വാഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടിപൊളി പേര് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താണ് എല്ലാം സെറ്റ് ആക്കുക, ബയോ യൂസർ നെയിം DP എല്ലാം സെറ്റ് ആക്കുക. ഓക്കെ, പ്രൊഫഷണൽ അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് ആക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങൾ മീഷോയും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ എനിക്ക് ഒരുപാട് പ്രോഡക്ട്സ് കാണാൻ പറ്റും. അപ്പം എന്റേത് എന്താണ് ഒരു ഫാഷൻ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് ഇവിടെ ഒന്ന് ബാഗിങ് സെർച്ച് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ബാഗിങ് കാര്യങ്ങളും സെർച്ച് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ബാഗിങ് സെർച്ച് ചെയ്യാണ്, ബാഗി ഫോർ വുമണും മെന്നും. അതൊക്കെ ഞാൻ എന്താണ് എന്റെ സ്റ്റോർ 2 അപ്ലോഡ് ആക്കും. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് കിട്ടി, രണ്ടാമത്തെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഒരു ആഡ് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തോളാം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആൻഡ് ഇതെനിക്ക് എന്താണ് ഇതിന്റെ ഫോട്ടോ എനിക്ക് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതിന്റെ ഫോട്ടോ നമുക്ക് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ആർ യു റീസെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ്. സോ നിങ്ങൾക്ക് എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേറെ ഓരോ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ഫോട്ടോ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സിമ്പിൾ മെത്തേഡ് ജസ്റ്റ് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താണ് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ചെല്ലുക. അതിനുശേഷം ഈ ഒരു സംഭവം നിങ്ങൾക്ക് സ്റ്റോറി ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് എന്താണ് ഒന്ന് വില കൊടുക്കുക.
ഇത്രയും ഈ ഒരു ബാഗ് എന്റെ കയ്യിലുണ്ട് ജസ്റ്റ് 199 അതായത് 999 റുപ്പീസിലാണ് സെല്ലാക്കുന്നത്. ബട്ട് ഇതിന്റെ ഒറിജിനൽ റേറ്റ് നോക്കുകയാണെങ്കിൽ 713 രൂപയാണ്. നമ്മൾ സെല്ലാക്കാൻ പോകുന്നത് എന്താണ് 999 രൂപയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് എത്ര മാത്രമേ ഉള്ളൂ അവരുടെ ഡീറ്റെയിൽസ് വായിക്കുക, അതായത് അവരുടെ ഫോൺ നമ്പർ, പിൻകോഡ്, സ്ഥലം എല്ലാം വായിക്കുക. അതിനുശേഷം നിങ്ങൾ മീഷോയിലോട്ട് വരിക. മീഷോ വന്നതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ബൈ നൗ. ജസ്റ്റ് ബൈ നൗ നിങ്ങൾ ഞാൻ പറഞ്ഞ കൃത്യതയാക്കോ, ബൈ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ക്ലിക്ക് ചെയ്ത എന്താണ് അവരുടെ സൈസ് അവർ ചോദിച്ചു നോക്കുക. സോ ഫോർ എക്സാമ്പിൾ 32 കൊടുക്കുകയാണ്. അതിനുശേഷം ബൈ നൗ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അഡ്രസ് ഉണ്ട്. സോ അഡ്രസ് ആണ് മെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അഡ്രസ് കൊടുക്കരുത്, കാരണം നിങ്ങൾക്കല്ലേ ഈ പ്രൊഡക്റ്റ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എന്താണ് ഒരു കസ്റ്റമറിന് വേണ്ടത്. സോ ആ കസ്റ്റമറിന്റെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ആഡ് ന്യൂ അഡ്രസ്, ജസ്റ്റ് ആ കസ്റ്റമറിന്റെ എന്താണ് അഡ്രസ്സും എല്ലാം സെറ്റ് ആയി കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നിങ്ങൾക്ക് 999 രൂപ ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. സോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, പേ ഓൺലൈൻ ഉണ്ട്. നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കുക പ്രീപെയ്ഡ് ആണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്ന്. അപ്പൊ മിക്കുള്ളവരും ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുള്ളൂ. ഓക്കെ, അത് പറയുള്ളൂ. അപ്പം എന്താണ് ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണാൻ പറ്റും റീസെല്ലിംഗ് ദ ഓർഡർ. ഇവിടെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് റീസെല്ലിംഗ് ഓർഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കാണാൻ പറ്റും യെസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർജിൻ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് യെസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് കസ്റ്റമർ പറഞ്ഞത് 999 രൂപയാണ്. ജസ്റ്റ് 999 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്റെ പ്രോഫിറ്റ് കാണാൻ പറ്റും 286 രൂപയാണ് എന്റെ പ്രോഫിറ്റ്. ഓക്കെ, സോ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പൊ എന്താണ് മീഷോയുടെ ആൾക്കാർ തന്നെ അവരെ 999 രൂപ വാങ്ങിക്കുകയും ചെയ്യും. എന്താണ് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് കൃത്യം ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആടാവുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ആയ ഇവിടെ കാണാൻ പറ്റും എന്റെ പ്രോഫിറ്റ് 286 ആണ്. ഈ 286 രൂപ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആടാൻ പറ്റുന്നതായിരിക്കും. സോ ബാങ്ക് അക്കൗണ്ടിൽ ആടാക്കാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേയ്മെന്റ് ആൻഡ് റീഫണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ആൻഡ് UPI. ജസ്റ്റ് ബാങ്ക് ആൻഡ് UPI നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ആൻഡ് റീഫണ്ട് അവിടെ നിങ്ങൾക്ക് ഇതുവരെ മീഷോ യൂസ് കൊണ്ട് നിങ്ങൾ എത്രമാത്രം ഏൺ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് മീഷോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു പിൻട്രസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ട ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് പിൻട്രസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ട്രാഫിക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് റീൽസ് അപ്ലോഡ് ആയിക്കൊണ്ടും ഇതുപോലെ ഏൺ ചെയ്യാൻ പറ്റും. സോ റീൽസിലാണ് കുറച്ചുകൂടെ ബെറ്റർ, കാരണം റീൽസ് വൈറൽ ആവും തോറും നിങ്ങൾക്ക് കസ്റ്റമർ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, മീഷോയിൽ കയറിയ ശേഷം ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ കാണിച്ചു. അപ്പൊ ഞാൻ എന്താണ് ഒരു ജീൻസ് ബാഗി ജീൻസ് എടുക്കണം. ഓക്കെ, സോ ബാഗി ജീൻസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വിചാരിക്കും. ഓക്കെ, സോ ഇതിന്റെ പിക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ചാറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പിക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റർ ഇടാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ കമന്റ് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾ കമന്റ് പറയുക ഇന്ന പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ ലിങ്ക്, അതായത് നിങ്ങളുടെ കോൺടാക്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് കസ്റ്റമർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ DM ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് സിമ്പിൾ മെത്തേഡ് കാര്യങ്ങളൊക്കെ. നമ്മുടെ മീഷോ യൂസ് കൊണ്ട് റീസെല്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇത്. നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ ഒക്കെ ഉണ്ട്. അതായത് ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കി ഇടുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇന്നോട് കമന്റ് ചെയ്യാൻ പറയുമല്ലോ. അപ്പോഴൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് നിങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്കോ അല്ലെങ്കിൽ ടെലഗ്രാം ലിങ്കോ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ പിടിച്ച് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് കസ്റ്റമർ പിടിച്ചു കൊടുക്കുമ്പോൾ, അതായത് ഒരു ഓർഡർ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സംഭവം, അതായത് മീഷോയുടെ സംഭവം അല്ലേ, അത് ചെല്ലുമ്പോഴത്തേക്ക് അവർ മീഷോ ആണെന്ന് പറയില്ല, അല്ലെങ്കിൽ അവർക്ക് ഫോണിൽ മെസ്സേജ് വരില്ലെന്ന് പറയും. സോ അങ്ങനെയൊന്നും പറയില്ല, കാരണം ഈ ഒരു ഓപ്ഷൻ മീഷോ തന്നെയാണ് എനേബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. മീഷോ ഒരിക്കലും അവർക്ക് മെസ്സേജ് അയക്കില്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഓർഡർ അവർക്ക് കൊണ്ടുപോകും, വിളിക്കും, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് അവർ 900 പേ ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നതായിരിക്കും. ഓക്കെ, ഇത്ര മാത്രമുള്ള സിമ്പിൾ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് റീൽസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിൻട്രസ്റ്റ് യൂസ് ചെയ്ത എന്താണ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങളുടെ വോയിസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസും അതുപോലെ ഫേസ് കാണിക്കുമ്പോൾ അത്രയും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഇട്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത്ര മാത്രമുള്ള മീഷോ റീസെല്ലിംഗ് കാര്യങ്ങളൊക്കെ. സോ ഡേ 1 കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഓക്കെ, സോ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡെയിലി എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റീസെല്ലിംഗ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എനിക്ക് എന്താണ് ഏണിങ്സ് ഉണ്ടാക്കും. കൃത്യം 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഞാൻ റിസൾട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കും എന്റെ കൂടെ ചേരാൻ പറ്റുന്നതായിരിക്കും. ഡൗട്ടുകളൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി. ആൻഡ് നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ക്രോം എടുക്കുക, അതിനുശേഷം മീഷോ അഫിലിയേറ്റ് പ്രോഗ്രാം നയിക്കുക. ഓക്കെ, അപ്പൊ ടോപ്പിൽ വെബ്സൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് മീഷോയുടെ അകത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ആയിരിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ഉള്ള പ്രോഗ്രാം എന്നായിരിക്കും, ക്രിയേറ്റർ ക്ലബിൽ ജോയിൻ ഉള്ള പ്രോഗ്രാം ആയിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി മീഷോയുടെ അഫിലിയേറ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ആക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് കമന്റ് ഓട്ടോമേഷൻ നിങ്ങൾക്ക് മീഷോ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇന്നവിടെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഡയറക്റ്റ് സെറ്റ് ആക്കാൻ പറ്റുന്നത് ഫ്രീ ആയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏൺ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെ ഓട്ടോമേഷൻ സെറ്റ് ആക്കാൻ പറ്റുമെന്ന്. സോ ഇത്ര മാത്രമേ നമ്മുടെ റീസെല്ലിംഗ് അതുപോലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതും. ജസ്റ്റ് ഒരു റീൽസ് പ്രിപ്പയർ ആക്കി ഇടുക, ഡെയിലി റീൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഫേസ് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, സോ ലാഗ് എടുക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഇത്ര കണ്ടിട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കണ്ടല്ലേ, ഒന്ന് ലൈക്കും കാലം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് എന്തെങ്കിലും നമുക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും കമന്റ് ആക്കുക, അതായത് ഡൗട്ട് കമന്റ് ആക്കാൻ മറക്കണ്ട. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിൾ മെത്തഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഫുൾ വീഡിയോ ഉണ്ട്, എല്ലാ ഫ്രണ്ട്സ് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും സ്റ്റാർട്ട് ചെയ്ത് നോക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് ജേണൽ മെത്തഡും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സീറോ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഡൗട്ട് ചോദിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ എക്സ്പീരിയൻസ് എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 7-14 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആണ്, സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതെന്താണ് ഇതിലും വെച്ചാൽ അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.